ॐ जटाधरं पाण्डुरङ्गं शूलहस्तं कृपानिधिं सर्वरोगहरं देवं दत्तात्रेयम् अहं भजेत्. ഗുരുപരമ്പരയ്ക്കും ശ്രീ പി കേശവൻ നമ്പൂതിരിക്കും പ്രണാമം. ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതാകാരേണ ഗുരുദത്താത്രേയ ശ്രീപാദ ശ്രീവല്ലഭ പരബ്രഹ്മണേ നമഃ. അധ്യായം 5. ശങ്കരഭട്ട് തിരുപ്പതിയിൽ എത്തുന്നു. കാണിഭാഗത്ത് തിരുമലദാസുവിനെ സന്ദർശിക്കുന്നു. ഈ അധ്യായത്തിൻ്റെ സംഗ്രഹമാണ്. തിരുപ്പതിയിൽ ശങ്കരഭട്ട് ഏഴരശനി അനുഭവിക്കുന്ന കഥയും തിരുമലദാസു എന്ന അലക്കുകാരൻ്റെ കഥയും ആ തിരുമലദാസു എന്ന അലക്കുകാരനുമായിട്ടുള്ള ചർച്ചയുമാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അതിലാദ്യം ശങ്കരഭട്ട് തിരുപ്പതി ക്ഷേത്രത്തിൽ ഇരുന്ന് ധ്യാനിക്കുകയാണ്. അന്നേരം വെങ്കടേശ്വരൻ്റെ ദർശനം ലഭിക്കുന്നു. ആ വെങ്കടേശ്വര രൂപം ബാലത്രിപുരസുന്ദരി രൂപമായിട്ട് മാറുന്നു. പിന്നീട് അത് മഹാവിഷ്ണുവിൻ്റെ രൂപമായി മാറുന്നു. അതിനുശേഷം 16 വയസ്സുള്ള ഒരു യോഗിയുടെ രൂപമായിട്ട് മാറുന്നു. അപ്പോൾ കറുത്ത് വിരൂപനായിട്ടുള്ള ഒരാൾ, അതായത് ശനീശ്വരനാണ്, യോഗിയെ സമീപിച്ചു. എന്നിട്ട് പറയുകയാണ് ശങ്കരഭട്ടിന് എല്ലാ ബുദ്ധിമുട്ടുകളും കൊടുക്കുമെന്ന്, എന്നാൽ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും താൻ സംരക്ഷിക്കുമെന്ന് ശ്രീപാദനായിട്ടുള്ള ആ യോഗി എന്ന് പറയുന്ന ശ്രീപാദനാണ്. ആ ശ്രീപാദനും പറയുന്നുണ്ട്. ധ്യാനത്തിൽ നിന്ന് 2 പേരും അപ്രത്യക്ഷമാകുന്നു. അതിനുശേഷം ശങ്കരഭട്ടിന് ധ്യാനം ചെയ്യുന്നത് ബുദ്ധിമുട്ടായി മാറുന്നു. ശങ്കരഭട്ട് അങ്ങനെ ചഞ്ചല മനസ്സോടുകൂടി തിരുപ്പതിയിലെ തെരുവുകളിൽ കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ഒരു ക്ഷുരകൻ തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു, താങ്കളെ 20 വർഷം മുമ്പ് വീട് വിട്ടുപോയ സുബ്ബയ്യയല്ലേ? ആ സമയത്ത് അവിടെ ആൾക്കാരൊക്കെ ഒരുപാട് അവർക്ക് ചുറ്റും കൂടി. അവർ ശങ്കരഭട്ടിനെ പിടിച്ച് സുബ്ബയ്യയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. സുബ്ബയ്യയുടെ അച്ഛനമ്മമാർ മകനായിട്ട് കരുതി സദാചാര തത്വങ്ങളൊക്കെ ശങ്കരഭട്ടിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ചികിത്സിക്കാൻ ഒരു മന്ത്രവാദിയെ കൊണ്ടുവരുന്നു. തലമുണ്ടനമൊക്കെ ചെയ്ത് താടിയും മീശയൊക്കെ വടിച്ചു നീക്കി പവിത്രമായ പൂണൂലെടുത്തു മാറ്റി അവർ. അങ്ങനെ കൈകാലുകളൊക്കെ ബന്ധിച്ച് തലയിൽ കത്തി കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചു. അതിൽ ചെറുനാരങ്ങ നീരും പഴച്ചാറുകളും പുരട്ടി ബ്രഹ്മരക്ഷസ് ബാധിച്ചു എന്നാണ് മന്ത്രവാദി പറയുന്നത്. പക്ഷേ താൻ ബ്രാഹ്മണനാണെന്ന് ശങ്കരഭട്ട് പറയുന്നുണ്ട്. അതൊന്നും അവർ വിശ്വസിക്കുന്നില്ല. ഈ മുറിവുകളിൽ നിന്നുള്ളൊക്കെ വേദന കൊണ്ട് ശങ്കരഭട്ട് മോഹാലസ്യപ്പെടുന്നു. ബോധമുണർന്നപ്പോൾ തന്നോട് രൂപസാദൃശ്യമുള്ള ഒരു കറുത്ത വേഷത്തോടു കൂടിയ വിരൂപിയായിട്ടുള്ള ഒരാൾ തനിക്കെതിരെ ഇരിക്കുന്നതും പിന്നീട് അത് തന്നിലേക്ക് ലയിക്കുന്നതും ശങ്കരഭട്ട് അറിയുന്നുണ്ട്. ഈ തീവ്രവേദനയിലും ശ്രീപാദൻ്റെ നാമം ഉരുവിട്ടുകൊണ്ട് ഇരുന്നതുകൊണ്ട് ശങ്കരഭട്ടിന് വേദന കുറയുന്നു. മന്ത്രവാദിയാണെങ്കിൽ ഭീതിപ്രദമായിട്ട് ഉള്ള അനുഷ്ഠാനങ്ങളൊക്കെ നടത്തി 3 ദിവസം നരകതുല്യമായ യാതന അനുഭവിച്ചു. 4ാമത്തെ ദിവസം വേദന കുറഞ്ഞു. ഈ ചാട്ട കൊണ്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ശങ്കരഭട്ടിനെ. പക്ഷേ ആ അടി തൻ്റെ മേൽ വീണെങ്കിലും വേദന തോന്നിയത് മന്ത്രവാദിക്കാണ്. അത് ദത്തഭക്തനായതുകൊണ്ടാണ്. അങ്ങനെ ശ്രീപാദൻ്റെ ഭക്തനാണല്ലോ ശങ്കരഭട്ട്. സ്വാദില്ലാത്ത ആഹാരമാണ് കഴിച്ചിരുന്നതെങ്കിലും വളരെ സ്വാദിഷ്ടമായിട്ട് തോന്നി. പക്ഷെ മന്ത്രവാദിയാണെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെട്ട ആടിൻ്റെയും കോഴിയുടെയും മാംസമാണ് കഴിച്ചിരുന്നതെങ്കിൽ അത് വിഷമയമായി മാറുകയും അയാളുടെ ആരോഗ്യം മോശമാവുകയും ചെയ്തു. 5ാമത്തെ ദിവസം മന്ത്രവാദിയുടെ വീട് അഗ്നിക്കിരയായി. 6ാമത്തെ ദിവസം മന്ത്രവാദി സുബ്ബയ്യയുടെ വീട്ടിലേക്ക് വന്നു. സുബ്ബയ്യയെ ബാധിച്ച രക്ഷസ് ദുർമന്ത്രവാദിയാണെന്നും അയാളെ ചികിത്സിച്ചതിനാലാണ് തൻ്റെ വീട് കത്തിച്ചതെന്നും പറഞ്ഞു. അതിനെ അനുനയിപ്പിക്കാൻ കുറേ കൂടെ അനുഷ്ഠാനങ്ങൾ നടത്തണമെന്നും അതിനൊക്കെ നല്ല പണച്ചെലവുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ പണക്കൊതി കാരണമാണ് ഇതൊക്കെയെന്ന് ശങ്കരഭട്ടിന് മനസ്സിലായി. അച്ഛനമ്മമാരോട് ഈ കെണിയിൽ വീണ് തൻ്റെ സ്വത്തുക്കൾ നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞു. അതോടെ ശങ്കരഭട്ടിന് മന്ത്രവാദിയിൽ നിന്ന് മോചനം ലഭിക്കുകയാണ്. 7ാമത്തെ ദിവസം സുബ്ബയ്യയുടെ ഭാര്യയോട് താൻ യഥാർത്ഥത്തിൽ സുബ്ബയ്യയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ശങ്കരഭട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുകയാണ്, 2 വയസ്സിൽ നടന്ന വിവാഹമായതുകൊണ്ട് തനിക്ക് അറിയില്ല, നിങ്ങൾ സംസ്കാരമുള്ളവനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നവർ പറയുന്നു. ശ്രീപാദ ശ്രീവല്ലഭനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഇതിനുള്ള പ്രശ്നപരിഹാരം ലഭിക്കുമെന്ന് അവർ 2 പേരും കൂടെ തീരുമാനിക്കുന്നു. ആ ദിവസം തന്നെ അവിടെ പറയനായ ശൈവ ആരാധകൻ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പനയോല ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ നാഡീഗ്രന്ഥങ്ങൾ ഉണ്ട്. രമലശാസ്ത്രം എന്നാണ് അതിൻ്റെ പേര്.
അപ്പോൾ ചോദ്യകർത്താവ് ശങ്കരഭട്ട് എന്ന ബ്രാഹ്മണനാണ്. അദ്ദേഹം ശ്രീപാദ ശ്രീവല്ലഭൻ്റെ ജീവചരിത്രം എഴുതുമെന്ന് ഇദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഈ അവസ്ഥയ്ക്ക് കാരണമായ ശങ്കരഭട്ടിൻ്റെ പൂർവ്വജന്മത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: മുൻജന്മത്തിൽ ശങ്കരഭട്ട് സ്വയംഭൂദത്തൻ്റെ ക്ഷേത്രത്തിലെ പൂജാരിയുടെ സഹോദരനായിരുന്നു. സഹോദരനില്ലാത്തപ്പോൾ പൂജയും അനുഷ്ഠാനങ്ങളും ഒക്കെ ശങ്കരഭട്ട് നടത്തിയിരുന്നു. അയാളും കൂട്ടുകാരനും കൂടെ ക്ഷേത്ര പരിസരത്ത് ചൂത് കളിക്കാറുണ്ട്. ഒരിക്കൽ വിചിത്ര വ്യവസ്ഥകളോടെ അവർ ചൂത് കളിച്ചു. കൂട്ടുകാരൻ ജയിച്ചാൽ ഉടമ്പടി സംഖ്യ ശങ്കരഭട്ട് അയാൾക്ക് കൊടുക്കണം. എന്നാൽ ശങ്കരഭട്ടാണ് ജയിക്കുന്നതെങ്കിൽ കൂട്ടുകാരൻ്റെ ഭാര്യയെ അയാൾക്ക് കൊടുക്കണം. ഇങ്ങനെ ഒരു വിചിത്രമായ ഉടമ്പടിയോടെയാണ് അവരന്ന് കളിച്ചത്. അന്നേരം ശങ്കരഭട്ട് ജയിച്ചു. കൂട്ടുകാരൻ ഭാര്യയെ വിട്ടുകൊടുക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഈ തർക്കം ഗുരുജനങ്ങളുടെ മുന്നിലെത്തി. ശിക്ഷ നടപ്പാക്കി ഗ്രാമത്തിൽ നിന്ന് അവരെ പുറത്താക്കുകയാണ് ചെയ്തത്. ഈ കുറച്ചു കാലം ദത്തസേവയൊക്കെ ചെയ്തത് കൊണ്ട് ശങ്കരഭട്ട് ഈ ജന്മത്തിൽ ദത്തഭക്തനായിട്ട് ജനിച്ചു. കൂട്ടുകാരൻ സുബ്ബയ്യായിട്ട് ജനിച്ചു. ഭ്രാന്തനായി മാറി. ഒരു ദിവസം കഴിഞ്ഞ് അയാൾ വരും. അന്ന് ശങ്കരന് മോചനം ലഭിക്കുമെന്നാണ് ഈ നാഡീശാസ്ത്രം നോക്കിയിട്ട് പറയുന്നത്. അങ്ങനെ ശ്രീപാദൻ്റെ അനുഗ്രഹം കൊണ്ട് 7.5 ശനി 7 ദിവസമായിട്ട് അവസാനിക്കുകയാണ്. സുബ്ബയ്യയുടെ മാനസിക അസ്ഥിരത മാറ്റുവാനായിട്ട് ചിത്രഗുപ്തൻ ശങ്കരഭട്ടിൻ്റെ പുണ്യത്തിൻ്റെ അംശം സുബ്ബയ്യയിലേക്ക് മാറ്റുന്നു. ശ്രീപാദ ശ്രീവല്ലഭൻ്റെ ജാതകം അക്ഷയകുമാർ വഴി പീഠികാപുരത്ത് എത്തുമെന്നും അതിനു മുമ്പ് ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതം പുറത്തു വരുമെന്നും നാഡീഗ്രന്ഥപ്രകാരം പ്രവചിക്കുന്നുണ്ട്. ശങ്കരഭട്ട് അടുത്ത ദിവസം സുബ്ബയ്യ മടങ്ങി വന്നതിന് ശേഷം അവിടെ നിന്ന് പോയി. അങ്ങനെ അദ്ദേഹം കാണിപാകം എന്ന ഗ്രാമത്തിലെത്തുകയാണ്. അവിടെ വരസിദ്ധി വിനായകൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ തൊഴുതിട്ട് പുറത്ത് വന്നപ്പോൾ ഒരു നായയെ കണ്ടു. അപ്പോൾ ശങ്കരഭട്ട് പേടിച്ച് അകത്തേക്ക് പോയി. അകത്ത് പോയിരുന്ന് കുറച്ച് നേരം കൂടെ ധ്യാനിച്ചു. എന്നിട്ട് വീണ്ടും പുറത്തേക്ക് വന്നപ്പോൾ 2 നായയെ കണ്ടു. വീണ്ടും പേടിച്ച് അകത്തേക്ക് പോയി. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ പൂജാരി ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അപ്പോൾ പറഞ്ഞു അതിങ്ങനെ പുറത്ത് നായ്ക്കളുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് അലക്കുകാരൻ്റെ നായ്ക്കളാണ്. അങ്ങനെ 4 നായ്ക്കളും കൂടെ ഒരുമിച്ച് വന്നാൽ താൻ പ്രസാദം പൊതിഞ്ഞ് അവയ്ക്ക് കൊടുക്കും എന്ന് പൂജാരി പറയുകയാണ്. അവ അത് കൊണ്ടുപോയിട്ട് അലക്കുകാരന് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് സാധാരണ. പിന്നെ ശങ്കരഭട്ടിനെ നായ്ക്കളോടൊപ്പം അലക്കുകാരൻ്റെ വീട്ടിലേക്ക് ഈ പൂജാരി പറഞ്ഞയക്കുന്നുണ്ട്. അലക്കുകാരൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നു. വിനായക ക്ഷേത്രത്തിലെ പ്രസാദവും നൽകുന്നു. ഇന്നു മുതൽ ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതം എഴുതണമെന്ന് ശങ്കരഭട്ടിനെ ഉപദേശിക്കുന്നുണ്ട്. അതിനുശേഷം അലക്കുകാരൻ്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരാൾ ജീവിത അവസാനത്തിൽ അന്ത്യശ്വാസ സമയത്ത് മനസ്സ് എന്തിൽ കേന്ദ്രീകരിക്കുന്നുവോ അതിനനുസരിച്ച് അടുത്ത ജന്മം ലഭിക്കുമെന്നാണ് പറയുന്നത്. ഈ അലക്കുകാരൻ കഴിഞ്ഞ ജന്മത്തിൽ മരണസമയത്ത് കാണുന്നത് ഒരു പശു, അപ്പോൾ ജനിച്ച ഒരു പശുക്കുട്ടി ഒരു പഴന്തുണി കഷ്ണം ചവയ്ക്കുന്നതാണ്. അപ്പം അത് കണ്ടത് കാരണം, അഴുക്ക് പുരണ്ട ഒരു പഴന്തുണി കഷ്ണം ചവയ്ക്കുന്നത് കണ്ടത് കാരണം അദ്ദേഹം ഈ ജന്മത്തിൽ ഒരു അലക്കുകാരനായിട്ട് ജനിക്കുകയാണ്. മാല്യാദ്രിപുരത്താണ് ജനിക്കുന്നത്. മാല്യാദ്രിപുരമാണ് പിന്നീട് മല്ലാദി ഗ്രാമമായിട്ട് മാറിയത്. അവിടെ മല്ലാദി എന്ന ഗൃഹനാമമുള്ള 2 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ശ്രീപാദൻ്റെ മുത്തച്ഛനായ ബാപ്പന്നാവധാനുലുവിൻ്റെ കുടുംബം, രണ്ടാമതും ശ്രീധര അവധാനുലു എന്ന് പറയുന്ന ആളുടെ കുടുംബം. ആ ശ്രീധര അവധാനുലുവിൻ്റെ സഹോദരിയായ രാജമാമ്പയെയാണ് ബാപ്പന്ന അവധാനുലു വിവാഹം കഴിക്കുന്നത്. മഹാപണ്ഡിതന്മാരായ ഈ 2 അവധാനുലുമാരും ഗണപതിയുടെ മഹായജ്ഞത്തിന് വേണ്ടിയിട്ട് ഐനവില്ലി എന്ന ഗ്രാമത്തിൽ എത്തുന്നുണ്ട്. ശാസ്ത്രപ്രകാരം അവസാനത്തെ ഹോമത്തിൽ ഗണപതി തൻ്റെ തുമ്പിക്കൈ കൊണ്ട് സ്വീകരിക്കുകയും പ്രകാശിക്കുന്ന സ്വർണ്ണവർണ്ണമുള്ള തൻ്റെ രൂപം പ്രദർശിപ്പിക്കുകയും ചെയ്യണമെന്ന് പണ്ഡിതന്മാരവിടെ വാദിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ നടത്തുമെന്ന് 2 മഹാപണ്ഡിതന്മാരും പ്രതിജ്ഞ ചെയ്തു. അവസാനം അങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് അവിടെ 3 നിരീശ്വരവാദികൾ ഉണ്ടായിരുന്നു. അവർ വിവാദമുണ്ടാക്കി. ഇതെല്ലാം ഇന്ദ്രജാലമായിരുന്നു എന്നും ഗണപതി ഉണ്ടായിരുന്നില്ല എന്നും, ഗണപതി ഉണ്ടായിരുന്നു എന്നത് സത്യമാണെങ്കിൽ ഒന്നുകൂടി ഗണപതി തെളിവ് തരണമെന്നും അവർ വാദിച്ചു. അപ്പോൾ തന്നെ ഹോമകുണ്ഡത്തിലെ ഭസ്മം ഒരു മനുഷ്യൻ്റെ രൂപം എടുത്തിട്ട് അത് പിന്നീട് മഹാഗണപതിയായി മാറി.
താൻ സർവശക്തനാണ്, വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നതും നീക്കുന്നതും താൻ തന്നെയാണ് എന്ന് അന്നേരം ഗണപതി പറയുന്നുണ്ട്. മഹാഗണപതി ശ്രീപാദ ശ്രീവല്ലഭനിൽ ഉണ്ടെന്നതിൻ്റെ സൂചനയായി അദ്ദേഹത്തിൻ്റെ അവതാരം ഒരു ഗണേശ ചതുർത്ഥി ദിവസമായിരിക്കും സംഭവിക്കുക എന്ന് ഗണപതി പറയുന്നുണ്ട്. ഗണപതിയും ഷൺമുഖനും ധർമ്മശാസ്താരൂപത്തിൽ ലയിച്ചതാണ് ദത്തരൂപം. അങ്ങനെ പറഞ്ഞിട്ട് ഗണപതി ആ 3 പേരെയും ശപിക്കുകയാണ്. സത്യത്തിൻ്റെ മൂർത്തീകരണത്തെ കണ്ണുകൊണ്ട് കണ്ടിട്ടും കള്ളം പറഞ്ഞതുകൊണ്ട് ഒരാൾ അന്ധനായിട്ട് മാറുമെന്ന് പറയുന്നുണ്ട്. പിന്നെ സത്യത്തിൻ്റെ മൂർത്തീകരണത്തെ സ്തുതിക്കാതെ അധിക്ഷേപിച്ച് അയാൾ ഊമയായിട്ട് മാറുമെന്ന് പറയുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ആളാണെങ്കിൽ ഭക്തന്മാർ പറഞ്ഞ സത്യത്തിന് ചെവി കൊടുത്തില്ല, അയാൾ ബധിരനായിട്ട് ജനിക്കുമെന്നും ഗണപതി ശപിക്കുന്നുണ്ട്. ഈ 3 പേര് കാണിപുരത്ത് സഹോദരന്മാരായിട്ട് ജനിച്ചു. അവരവിടെ കൃഷി ചെയ്താണ് ജീവിച്ചത്. അപ്പോൾ അവിടെ ഒരു സമയത്ത് വരൾച്ച ഉണ്ടായപ്പോൾ വെള്ളം മുഴുവൻ വറ്റിയപ്പോൾ അവർ മണ്ണ് നീക്കാൻ ശ്രമിച്ചു. അങ്ങനെ മൺകൂരി ഒരു പാറയിൽ തട്ടി രക്തമൊഴുകാൻ തുടങ്ങി. ആ രക്തത്തെ തൊട്ടതോടെ ഊമയ്ക്ക് സംസാരശേഷി തിരിച്ചു കിട്ടി. കിണറിൽ വെള്ളം ഉയർന്ന് വന്നപ്പോൾ ആ വെള്ളത്തെ തൊട്ടപ്പോൾ കേൾവിയില്ലാത്ത ആൾക്ക് കേൾവി ശക്തി കിട്ടി. അന്ധന് ആ പാറയെ തൊട്ടപ്പോൾ കാഴ്ചശക്തിയും കിട്ടി. ആ വരസിദ്ധി വിനായകനെ പ്രതിഷ്ഠിക്കുവാൻ 2 അവധാനുമാരും ആ ഗ്രാമത്തിലേക്ക്, അതായത് കാണിപുരം എന്ന ഗ്രാമത്തിലേക്ക് വരികയാണ്. വരസിദ്ധി വിനായകൻ പറഞ്ഞു ഭാവിയിൽ ചെയ്യേണ്ടതിനെക്കുറിച്ചൊക്കെ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ശ്രീശൈലത്ത് തേജസ്സിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു, അതുകൊണ്ട് സൂര്യൻ്റെ ഉജ്ജ്വല ശക്തി ശേഖരിച്ച് അവിടെ നിക്ഷേപിക്കണം. ശ്രീശൈലത്ത് ശക്തിപാതം ചെയ്യുന്ന അതേ ദിവസം അതേ സമയം തൻ്റെ അനുഗ്രഹം കൊണ്ട് ഗോകർണത്തും ബദ്രിയിലും കാശിയിലും കേദാരത്തും ശക്തിപാതം നടക്കും എന്നും വരസിദ്ധി വിനായകൻ പറയുന്നു. ശ്രീധര അവധാനുവിനോട് കുലനാമം ശ്രീപാദ എന്ന് ആക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 2 അവധാനുമാരും മാല്യാദ്രിപുരത്ത് നിന്നും പീഠികാപുരത്തേക്ക് കുടിയേറി പാർക്കും. അതിനുശേഷം ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതം എഴുതാൻ സഹായകമായ കാര്യങ്ങൾ ഈ അലക്കുകാരൻ ശങ്കരഭട്ടിനോട് പറയുകയാണ്. ശ്രീപാദൻ്റെ ബാല്യലീലകൾ താൻ കണ്ടിട്ടുണ്ട്. പിന്നെ വെങ്കടപ്പയ്യ ശ്രേഷ്ഠിയെ പോയി കാണണം, നരസിംഹവർമ്മ ഗാരുവിനെയും കാണണം. അവർക്കൊക്കെ ഈ ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതം എഴുതാൻ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്ന് താങ്കളെ സഹായിക്കാൻ കഴിയുമെന്ന് അലക്കുകാരൻ ശങ്കരഭട്ടിനോട് പറയുന്നുണ്ട്. ഇത്രയുമാണ് ഈ അധ്യായത്തിൻ്റെ സംഗ്രഹം.